നമസ്കാരം. ഇന്ത്യൻ ഫാമിലികൾക്കിടയിലെ തരംഗമായി തീർന്ന ഒരു വാഹനം എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് ടൊയോട്ടയുടെ ഇന്നോവയാണ് എന്ന്. പ്രീമിയം MPVക്ക് പര്യായമായി മാറിയ നാമം കൂടിയാണ് ഇന്നോവ എന്നത്. ജാപ്പനീസ് കാർ നിർമ്മാതാക്കളുടെ മറ്റൊരു ജനപ്രിയ മോഡലായിരുന്ന ക്വാളിസിന്റെ പകരക്കാരനായി 2005 ആദ്യമായി ഇന്നോവ ഇന്ത്യയിൽ അവതരിച്ചത്. വിപണിയിൽ 20 വർഷത്തോടടുക്കുമ്പോൾ ഇന്ന് ഇന്നോവയുടെ 2 തലമുറ പതിപ്പുകൾ വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട്. ഏറ്റവും പുതിയ ഹൈക്രോസിനൊപ്പം മുൻഗാമിയായ ക്രിസ്റ്റയും ഒരുമിച്ചാണ് വിൽക്കുന്നത്. 2 മോഡലുകളും മികച്ച വിൽപ്പനയുമായി ടൊയോട്ടയ്ക്ക് കാര്യമായ പിന്തുണയാണ് നൽകി വരുന്നത്. പുത്തൻ മോഡൽ പുറത്തിറക്കുമ്പോൾ പഴയ മോഡൽ വിപണിയിൽ നിന്ന് പിൻവലിക്കുന്ന പ്രവണത ക്രിസ്റ്റയുടെ കാര്യത്തിൽ മാത്രമാണ് ടൊയോട്ട പാലിക്കാതിരിക്കുന്നത്. അത് ഈ കാറിനുള്ള ഡിമാൻഡ് മുൻനിർത്തി മാത്രമാണ്. കമ്പനിയുടെ വിശ്വസനീയമായ ഡീസൽ MPV ടാക്സിക്കാർക്ക് മാത്രമല്ല സ്വകാര്യ ഉപഭോക്താക്കൾക്കും പ്രിയപ്പെട്ടതായി മാറിയിരുന്നു. നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷ വാർത്തയാണ് പറയാനുള്ളത്. അവർക്കായിട്ട് ഇന്നോവ ക്രിസ്റ്റ ഇപ്പോൾ അധികം കാത്തിരിപ്പില്ലാതെ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അതിനെ കുറിച്ച് വിശദമായാണ് പറയാൻ പോകുന്നത്. ഈ വർഷം ജൂലൈയിൽ ഇന്നോവ ക്രിസ്റ്റയുടെ കാത്തിരിപ്പ് കാലയളവ് ഏകദേശം 5 മാസത്തോളമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ടൊയോട്ടയുടെ ഔദ്യോഗിക അറിയിപ്പ് അനുസരിച്ച് ക്രിസ്റ്റയുടെ വെയിറ്റിംഗ് പീരീഡ് ഇപ്പോൾ 2 മുതൽ 3 മാസമായി കുറഞ്ഞിട്ടുണ്ട്. പ്രീമിയം MPVയുടെ താഴ്ന്ന വേരിയന്റുകൾ 2 മാസം കൊണ്ട് ഡെലിവറിയാകുമെന്നാണ് അറിയുന്നത്. അതേസമയം ഈ വർഷം മെയ് മാസത്തിൽ പുറത്തിറക്കിയ മിഡ് സ്പെക് GX+ വേരിയന്റ് വേണ്ടവർ 3 മാസം കാത്തിരിക്കേണ്ടി വരും. 1 മാസം മുൻപേ ഇത് വേരിയന്റിന്റെ വില ടൊയോട്ട 10,000 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. എന്നിട്ടും ഡിമാൻഡിന് കുറവൊന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. പുതുതായി ചേർത്ത GX ട്രിമ്മിന് 14 അധിക ഫീച്ചറുകളും ലഭിക്കുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ, ഓട്ടോ ഫോൾഡ് മിററുകൾ, ഡാഷ് ക്യാം, ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ, വുഡൻ പാനലുകൾ, പ്രീമിയം ഫാബ്രിക് സീറ്റുകൾ തുടങ്ങിയവയൊക്കെ ആയിരുന്നു ഇതിൽ ചിലത്. ഈ കാരണം കൊണ്ട് തന്നെ മിഡ് സ്പെക്ക വേരിയന്റ് സ്വകാര്യ ഉപഭോക്താക്കൾക്കും ഫ്ലാറ്റ് ഓപ്പറേറ്റർമാർക്കും ഇടയിൽ ജനപ്രിയമാവുകയായിരുന്നു. ഇന്നോവ ക്രിസ്റ്റയുടെ ടോപ്പ് സ്പെക് ZX വേരിയന്റിനും 3 മാസത്തോളം കാത്തിരിപ്പ് കാലയളവുണ്ട്. ചില ഔട്ട്ലെറ്റുകളിൽ 1 മാസത്തിനുള്ളിൽ ക്രിസ്റ്റ ലഭ്യമാകും. എന്നാൽ ഈ കണക്കുകൾ സ്ഥലങ്ങൾക്കനുസരിച്ച് മാറാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റയുടെ കാത്തിരിപ്പ് കാലയളവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പ്രദേശത്തെ ടൊയോട്ട ഡീലർഷിപ്പുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. 148 HP പവറും 343 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 2.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ക്രിസ്റ്റയ്ക്ക് തുടിപ്പേകുന്നത്. ഈ എഞ്ചിൻ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ കാറിൽ ലഭ്യമല്ല എന്നതാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഇന്നോവ വേണ്ടവർക്ക് ഹൈക്രോസ് തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഉണ്ട്. ലിറ്ററിന് 14 കിലോമീറ്റർ വരെയാണ് ക്രിസ്റ്റ ഡീസലിന്റെ മൈലേജ് അവകാശപ്പെടുന്നത്. ഇക്കോ, പവർ എന്നിങ്ങനെ 2 ഡ്രൈവ് മോഡുകളും കാറിൽ കാണാൻ സാധിക്കും. വിശ്വാസ്യത, വിശാലമായ ഇന്റീരിയർ, ശക്തമായ പെർഫോമൻസ്, യാത്രാസുഖം എന്നിവ കാരണം ഇന്ത്യൻ കുടുംബങ്ങൾ ഇന്നും ധൈര്യപ്പെട്ട് വാങ്ങുന്ന ഒരു കാർ തന്നെയാണ് ക്രിസ്റ്റ. യൂസ്ഡ് കാർ വിപണിയിലും ക്രിസ്റ്റയ്ക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. കൂടപ്പുറപ്പായ ഹൈക്രോസിനൊപ്പം മാരുതി ഇൻവിക്ടോയുമായാണ് പ്രധാന മത്സരം. എന്നിരുന്നാലും മഹീന്ദ്ര മറാസോ, അതുപോലെ തന്നെ കിയ കാരൻസ് എന്നിവയ്ക്കുള്ള പ്രീമിയം ബദലായി ക്രിസ്റ്റ കണക്കാക്കപ്പെടുന്നു എന്നതിനെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കൂടപ്പിറപ്പായ ഹൈക്രോസിനോടും മാരുതി ഇൻവിക്ടോയുമായാണ് ഇതിന്റെ പ്രധാന മത്സരം. എന്നിരുന്നാലും മഹീന്ദ്ര മറാസോ, കിയ കാരൻസ് എന്നിവയ്ക്കുള്ള പ്രീമിയം ബദലായി ക്രിസ്റ്റ കണക്കാക്കപ്പെടുകയാണ്. കാത്തിരിപ്പ് കാലയളവ് കൂടി കുറയുന്നതിനാൽ തന്നെ ഇനി ക്രിസ്റ്റയുടെ വിൽപ്പന കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം.